സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകാനും അതേപോലെ തന്നെ സീറ്റ് മാറ്റം സംബന്ധിച്ച കോൺഗ്രസ് നിർദ്ദേശമൊക്കെ ചർച്ച ചെയ്യാനുമായിട്ട് മുസ്ലിം ലീഗിന്റെ ഉന്നതാധികാര സമിതി ഇന്നിപ്പോൾ മലപ്പുറത്ത് ചേരുന്നുണ്ട്. ലീഗ് മത്സരിക്കുന്ന 27 മണ്ഡലങ്ങളിൽ 17 ഇടത്തെ സ്ഥാനാർത്ഥി നിർണയവും പൂർത്തിയായിട്ടുണ്ട്. ഒന്നിലധികം പേരുകൾ ഉയർന്നു വന്നിട്ടുള്ള മണ്ഡലങ്ങളിലാണ് സ്ഥാനാർത്ഥി നിർണയം ശേഷിക്കുന്നത്. ബെൻസൺ ആണ് വിവരങ്ങളുമായി ചേർന്നത്. ബെൻസൺ, ഗുഡ് മോർണിംഗ്. ഇപ്പം സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല, എല്ലാം പറഞ്ഞ് ഒക്കെ ആക്കിയിട്ടുണ്ട്, എല്ലായിടത്തും സ്ഥാനാർത്ഥിയൊക്കെ ആയിട്ടുണ്ടെന്നാണ് ഇന്നലെ PK കുഞ്ഞാലിക്കുട്ടി സംസാരിച്ചത്. പിന്നെ പതിവിൽ നിന്നും വ്യത്യസ്തമായിട്ട് തങ്ങൾ നേരിട്ട് ഇടപെട്ട് ഈ സ്ഥാനാർത്ഥി നിർണയമൊക്കെ നടത്തുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. കാരണം അദ്ദേഹം ഈ പ്രാദേശിക തലത്തിൽ തന്നെ നേതാക്കളുമായിട്ടൊക്കെ പല നേതാക്കളുമായിട്ട് സംസാരിക്കുകയും അവരുടെ കൺസേൺസും കൂടിയൊക്കെ പരിഗണിക്കുകയും ഒക്കെയും ചെയ്യുന്ന ഒരു സ്ഥാനാർത്ഥി പട്ടികയാണ് വരാൻ പോകുന്നതെന്ന് കേൾക്കുന്നു. അപ്പോൾ ഇന്നിപ്പം ഉന്നതാധികാര സമിതി ഉണ്ട്, അതിനുശേഷം പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകും. അങ്ങനെയാണെങ്കിൽ പ്രഖ്യാപനം നാളെ ആയിരിക്കുമോ ബെൻസൺ? സേതുലക്ഷ്മി, ഗുഡ് മോർണിംഗ്. നമുക്കറിയാം, ഈ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും നമ്മൾ ഇത്തരത്തിൽ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് അവസാന വാക്ക് പാണക്കാട് തങ്ങളുടേതാണ് എന്നുള്ളത്. അതൊരു വെറും വാക്കല്ല എന്ന് തെളിയിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് നമ്മൾ കാണാൻ പോകുന്നത് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അതിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും, സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട് സീറ്റ് കൈമാറ്റ ചർച്ചകളുമായി ബന്ധപ്പെട്ട എല്ലാ ഘട്ടങ്ങളിലും കൃത്യമായിട്ടുള്ള ഇടപെടൽ തങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓരോ സീറ്റിലും ആര് മത്സരിക്കണം എന്നതിനെ പറ്റിയെല്ലാം കൃത്യമായിട്ടുള്ള ഇടപെടൽ, അതും കൃത്യമായി ഇറങ്ങിച്ചെന്ന് ആളുകളുമായി സംസാരിച്ച് അതിലൊരു തീരുമാനമെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ കൊച്ചിയിൽ നടന്ന യോഗത്തിന് ശേഷം ഇന്ന് മലപ്പുറത്ത് ഉന്നതാധികാര സമിതി യോഗം ചേരുന്നതും അതിൽ സാദിഖ് അലി തങ്ങൾ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ പങ്കെടുക്കുകയും ചെയ്യുന്നത്. സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നത്തോടു കൂടി തന്നെ അതിലൊരു അന്തിമ തീരുമാനമുണ്ടാക്കി നാളെയോടുകൂടി സ്ഥാനാർത്ഥി നിർണയം അല്ലെങ്കിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയാക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് മുസ്ലിം ലീഗ് കരുതുന്നത്. നമുക്കറിയാം, 27 മണ്ഡലങ്ങളിലാണ് മുസ്ലിം ലീഗ് മത്സരിക്കുന്നത്. അതിൽ ഏകദേശം 17 സീറ്റുകളിൽ ഒരു അന്തിമ ധാരണയായിട്ടുണ്ട്. 10 സീറ്റുകളിലാണ് ഇനിയും ധാരണയാവേണ്ടതുള്ളത്. ഇന്ന് ചേരുന്ന ഉന്നതാധികാര സമിതി യോഗത്തിൽ പ്രധാനമായും ചർച്ചയാവുക ഏതൊക്കെ സീറ്റുകളിൽ വനിതാ സ്ഥാനാർത്ഥികൾ മത്സരിക്കണം, അതോടൊപ്പം തന്നെ ഒന്നിലധികം പേരുകൾ ഉയർന്നു വന്നിട്ടുള്ള നിരവധി സീറ്റുകളുണ്ട്. ആ സീറ്റുകളിലെ അവസാനമായിട്ടുള്ള ഒരു പേരിലേക്ക് എത്തിച്ചേരേണ്ടതുണ്ട്. അതുമാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച നടക്കുന്നത് കോൺഗ്രസും ലീഗും തമ്മിൽ വെച്ചുമാറുന്ന സീറ്റുകളുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച നടക്കുന്ന മണ്ഡലം തിരുവമ്പാടി പട്ടാമ്പി എന്നുള്ളത് തന്നെയാണ്. തിരുവമ്പാടി സീറ്റ് വിട്ടു നൽകാൻ മുസ്ലിം ലീഗ് ധാരണയായിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു തത്വത്തിൽ അവർ അത് അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷേ അതിന് പകരമായി നൽകുന്ന പട്ടാമ്പി സീറ്റ് വിട്ടു നൽകാൻ കോൺഗ്രസ് അത്രത്തോളം തയ്യാറല്ല എന്നുള്ളത് തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി നടക്കുന്നത്. കോങ്ങാട് സീറ്റുമായി ബന്ധപ്പെട്ട ചർച്ചകളും കാര്യമായി തന്നെ നടക്കുന്നുണ്ട്. അത്തരത്തിൽ കോങ്ങാട് സീറ്റിന് പകരം നൽകുന്ന സംവരണ സീറ്റ് ഏതാണ് നൽകുന്നതെങ്കിൽ ആ സീറ്റിൽ മത്സരിക്കാൻ AP സ്മിജിയെ അടക്കം പരിഗണിക്കാനാണ് സാധ്യത. സൂചിപ്പിച്ചതുപോലെ ഈ വനിതാ സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട ചർച്ചകളും കാര്യമായി തന്നെ നടക്കുന്നുണ്ട്. നമുക്കറിയാം, ഫാത്തിമ തെഹ്ലി അടക്കമുള്ള വനിതാ നേതാക്കളുടെ പേരുകളും ഉയർന്നു കേൾക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ MK മുനീറിന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം മത്സരിക്കുന്നുണ്ടെങ്കിൽ കോഴിക്കോട് സൗത്തിൽ മത്സരിക്കും എന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിലെല്ലാം തന്നെ ഒരു അന്തിമ തീരുമാനം എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ആ അന്തിമ തീരുമാനം ഇന്ന് ചേരുന്ന ഉന്നതാധികാര യോഗത്തിൽ ഉണ്ടാകും. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത്തരത്തിൽ ഈ കോൺഗ്രസുമായി സീറ്റ് വെച്ചുമാറുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തന്നെയായിരിക്കും. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ ചർച്ചകളെല്ലാം പൂർത്തിയാക്കി ഒരു അവസാനഘട്ട പേരിലേക്ക് എത്തിച്ചേരുകയും അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയാക്കി ഉടൻ തന്നെ പ്രചാരണ പരിപാടികളിലേക്ക് കടക്കുക എന്നുള്ളത് തന്നെയാണ്. നാളത്തോടുകൂടി ലീഗിന്റെ പട്ടികയും പ്രതീക്ഷിക്കാം.